ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 220 ടണ്ണോളം ഗോൾഡ് ഉണ്ട്. ഞങ്ങളുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ റോളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുക. ഗോൾഡ് ഫൈനാൻസിൻ്റെ ഇന്നോവേഷനായിട്ട് കൊണ്ടുവന്ന് അക്രോസ് ദ കൺട്രി ചെയ്ത ഇത് മുത്തൂറ്റ് ഫിനാൻസാണ്. ഈ 6000 ബ്രാഞ്ചിലും 7 ലെയർ ഓഫ് സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്. 80% ബിസിനസ്സും റിപ്പീറ്റാണ്. ദാറ്റ് ഷോസ് ദാറ്റ് ആ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഒരു ക്വാർട്ടറിൽ ഓൾമോസ്റ്റ് 5 ലക്ഷം പുതിയ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാറുണ്ട്. ശ്രീലങ്ക ഇന്ത്യയിലെ പോലെ തന്നെയാണ്. ഞങ്ങൾക്ക് അവിടെ 125 ബ്രാഞ്ച് ഉണ്ട്. ഏഷ്യ അസറ്റ് ഫിനാൻസ് എന്ന കമ്പനിയുടെ പേര്. നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനി. ഞങ്ങളുടെ ബ്രാഞ്ചസ് എല്ലാം ഒരു ലോക്കൽ കണക്റ്റിന് വേണ്ടി ലോക്കൽ എംപ്ലോയീസിനെ എടുക്കുന്നത്. ഒരു ഗോൾഡ് ലോൺ കസ്റ്റമറെ ഒരു ഡെപ്പോസിറ്റ് കസ്റ്റമർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. മുത്തൂറ്റ് ഫിനാൻസിന്റെ വളർച്ചയുടെ 30 വർഷക്കാലം ഒപ്പമുണ്ടായിരുന്ന, ഇപ്പോൾ നിലവിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന KR ബിജിമോൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം സാർ. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അടുത്ത മാസം സാറ് CEO ചുമതലയേൽക്കുകയാണ്. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഒരു വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഒരു അടുത്ത 5 വർഷക്കാലത്തേക്ക് ഗ്ലോബൽ, അതോടൊപ്പം തന്നെ പാൻ ഇന്ത്യ ലെവലിൽ സാറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദി വിഷസ്. ഡെഫിനറ്റ്ലി ഇതൊരു പുതിയൊരു തുടക്കം ആണ്. ഞാൻ 30 വർഷമായി ഈ കമ്പനി എങ്കിലും പുതിയ റോളിൽ ഐ സി ലോട്ട് ഓഫ് പോസിബിലിറ്റീസ് ടേക്കിംഗ് ദ കമ്പനി ടു ദ നെക്സ്റ്റ് ലെവൽ and growing this into a much larger company. But at the same time, the opportunities, അല്ലെങ്കിൽ ഇന്ന് ഇതിനുള്ള സാധ്യതകൾ, ഞങ്ങളുടെ മെയിൻ ബിസിനസ് ഗോൾഡ് ലോണാണ്. അതിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സമയമാണ്. റെഗുലേറ്റേഴ്സും ഗവൺമെൻറ്റ്സും ഒക്കെ ഗോൾഡ് ലോണിനെ എൻകറേജ് ചെയ്യുന്ന ഒരു സമയമാണ്. ആൻഡ് ഇന്ന് കൺട്രിയിലെ റെഗുലേറ്റേഴ്സും ബ്യൂറോക്രാറ്റ്സും ഒക്കെ ബിലീവ് ചെയ്യുന്നുണ്ട്, ഇഫ് യു യൂസ് അവർ ഗോൾഡ് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസസ് it can make the country also grow faster. അതുകൊണ്ട് ആ ഒരു ഇന്ത്യയുടെ ഗ്രോത്തിന് തന്നെ, അല്ലെ ഇന്ത്യയുടെ വികസിത ഭാരതത്തിൻ്റെ ഗ്രോത്തിന് തന്നെ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഞങ്ങളുടെ മെയിൻ പ്രോഡക്റ്റ് മുത്തൂറ്റ് ഗോൾഡ് ലോൺസ്. അത് കൂടുതൽ പ്രൊഡക്റ്റീവ് പർപ്പസസിനും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പർപ്പസസിനും ഒക്കെ കൊടുക്കാൻ ഉള്ള പ്ലാനുകളാണ് കമ്പനികൾക്കുള്ളത്. കമ്പനിയുടെ ഇന്ന് ഞങ്ങൾക്ക് 6000 ബ്രാഞ്ചസ് ഗോൾഡ് ലോൺ കൊടുക്കുന്ന ബ്രാഞ്ചസ് ഉണ്ട്. അത് ആ ബ്രാഞ്ച് നെറ്റ്വർക്കുകൾ കൂട്ടാനും അതുപോലെ തന്നെ കമ്പനിയുടെ ഓരോ പെർ ബ്രാഞ്ച് ബിസിനസ് കൂട്ടാനുമുള്ള സ്റ്റെപ്പുകളായിരിക്കും എൻ്റെ മുൻഗണന കൊടുക്കുന്നത്. അതുപോലെ സാറ് നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഈ സെക്ടറിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. ടാറ്റ ഗ്രൂപ്പ് വരുന്നു, ഗാരേജ് വരുന്നുണ്ട്, L&T വരുന്നുണ്ട്. ഇവരൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ മുത്തൂറ്റിനെ സെലക്ട് ചെയ്യണം എന്നൊരു ചോദ്യം അവിടെ വരൂല്ലേ? അപ്പം എങ്ങനെയാണ് ഇതിനെ ടാക്കിൾ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ തന്ത്രങ്ങളാണ് മെനയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ മുത്തൂറ്റാണ് മുൻപന്തിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബിസിനസ്സിനെ ഒരു പാൻ ഇന്ത്യ റെസ്പെക്റ്റഡ് ബിസിനസ് ആക്കി മാറ്റിയ ആൾക്കാർ മുത്തൂറ്റ് ഫൈനാൻസാണ്. ഇന്ത്യയിൽ പേഴ്സണൽ ഫൈനാൻസ് പ്രോഡക്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ബാങ്കുകളല്ല. ഫോർ എക്സാമ്പിൾ, ഹോം ഫൈനാൻസ് എന്ന് പറയുന്നത് HDFC ലിമിറ്റഡ്, വിച്ച് വാസ് എൻ NBFC ആണ് ഹോം ഫൈനാൻസ് ബിസിനസ് ഇന്ത്യയിൽ വളർത്തിയെടുത്തത്. രണ്ടാമതായിട്ട് നോക്കിയാൽ ട്രാൻസ്പോർട്ട് ഫൈനാൻസ്, അതും ശ്രീറാം ട്രാൻസ്പോർട്ട് അങ്ങനെയുള്ള കമ്പനികളാണ് ട്രാൻസ്പോർട്ട് ഫൈനാൻസിൻ്റെ ആ സെഗ്മെൻറ്റ് എവോൾവ് ചെയ്തത്. മൂന്നാമതായിട്ട് പേഴ്സണൽ ലോൺസ് നോക്കിയാൽ ബജാജ് ഫൈനാൻസ്, കൺസ്യൂമർ ലോൺ നോക്കിയാലും ബജാജ് ഫൈനാൻസ്. ഗോൾഡ് ഫൈനാൻസിൻ്റെ ഇന്ത്യയിൽ അത് എവോൾവ് ചെയ്ത അല്ലെ ഒരു ഇന്നോവേഷനായിട്ട് കൊണ്ടുവന്ന് അക്രോസ് ദ കൺട്രി ചെയ്ത ഇത് മുത്തൂറ്റ് ഫിനാൻസാണ്. അതുകൊണ്ട് ആ മുത്തൂറ്റ് ഫിനാൻസിന് അതിൻ്റെ ദ പ്രൈം മൂവർ അഡ്വാൻറ്റേജ് എന്നും ഉണ്ടായിരിക്കും. പുതിയ കോമ്പറ്റീറ്റേഴ്സ് വരുന്നു, അല്ലെ പുതിയ ആൾക്കാർ വരുന്നു. ദാറ്റ് ഷോസ് ദാറ്റ് ദ ഓപ്പർച്യൂണിറ്റി ഈസ് മച്ച് ഹയർ. ഓപ്പർച്യൂണിറ്റി ഈ ഫീൽഡിൽ ഉണ്ടെന്ന് തന്നെ അത് കാണിക്കുന്നത്. ഇന്ത്യയിൽ 35,000 ടണ്ണോളം ഗോൾഡ് ഉണ്ട്. 3000 ടണ്ണേ ഇതുവരെ ഒരു ഓർഗനൈസ്ഡ് ലെൻഡേഴ്സിൻ്റെ കയ്യിലായിട്ടുള്ളൂ. അതായത് 10% ഓഫ് ദ കേക്ക് സൈസ് ഓൺലി ഹാസ് ബീൻ യൂസ്ഡ്. സോ ദ പാത്വേ ഈസ് വെരി ബിഗ്. സോ അത് ഒരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് ഇതിൽ വരുന്നത്. പക്ഷേ അത് പ്രൈം മൂവർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി
കുറയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വി ആർ കോൺഫിഡൻറ്റ് ഓഫ് ഗ്രോയിങ് അവർ ബിസിനസ് manifold in the coming years maybe. അതുകൊണ്ട് കോമ്പറ്റീഷൻ വരുന്നത് വി ഓൾസോ ടേക്ക് ഇറ്റ് ദ മോർ ദ മെറിയർ. ദാറ്റ്സ് ദ വേ ഐ വിൽ പുട്ട് ഇറ്റ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, നമ്മൾ എന്തിനാ സ്വർണം പണയം വെക്കണം, സ്വർണം കൊണ്ടുവന്ന് വിറ്റാൽ പോരെ എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു അതാണോ ശരി എന്ന് തോന്നും. സ്വർണം പണയം വെക്കുന്നതാണോ വിൽക്കുന്നതാണോ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം? സ്വർണം പണയം വെക്കുന്നത് ഡെഫിനറ്റ്ലി, സ്വർണം എന്ന് പറയുന്നത് ആ ഫാമിലിയുടെ ഒരു ബേസിക് വെൽത്താണ്, അതൊരു ഫാമിലി വെൽത്താണ്. ഇറ്റ്സ് എ ഹൗസ് ഹോൾഡ്. ഞങ്ങൾ പണയം മേടിക്കുന്ന ഹൗസ് ഹോൾഡ് യൂസ്ഡ് ഗോൾഡ് ഓർണമെൻറ്റ്സിനാണ്. അത് ഒരു ഫാമിലിയുടെ പ്രോപ്പർട്ടിയാണ്. ഒരു ഫാമിലി സിൽവർ സ്പൂൺ വിറ്റ് കളയുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു നഷ്ടമാണ്. രണ്ടാമതൊരു കാരണം കൂടെയുണ്ട്. സ്വർണ്ണമാണ് മറ്റേത് നിക്ഷേപത്തെക്കാളും മാക്സിമം റിട്ടേൺസ് കൊടുത്തിരിക്കുന്നു. ഇന്ന് റിയൽ എസ്റ്റേറ്റോ ഷെയറോ അതിനേക്കാളും എല്ലാം ഔട്ട്ഗ്രോൺ ചെയ്തിരിക്കുന്ന വെൽത്ത് എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. അപ്പം ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് സ്വർണം വിൽക്കുന്നത് വഴി. കൂടാതെ സ്വർണം വിൽക്കുന്നത് വഴി നമുക്ക് ഒരു 8-10% കുറവേ ഇന്നത്തെ മാർക്കറ്റ് വിലയുടെ കിട്ടത്തുള്ളൂ. വീണ്ടും ആ സ്വർണം ഉണ്ടാക്കണമെങ്കിൽ അനന്തർ ഒരു 20% മേക്കിംഗ് ചാർജ് കൊടുക്കണം. അപ്പോൾ ഒരു 28% ആ വിൽക്കുന്നത് വഴി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു. വീണ്ടും ആ സ്വർണം ഒന്ന് വൈഫിനോ മദറിനോ മേടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കോസ്റ്റാണ്. പിന്നെ സ്വർണം വിറ്റാൽ ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അപ്പം അതിൻ്റെ 20% ടാക്സും കൊടുക്കണം ഗവൺമെൻറ്റിന്. അതെല്ലാം കഴിഞ്ഞ് പണയം വെച്ചാലും ഇപ്പോൾ 85% വരെ പണയം വെച്ചാൽ കിട്ടും. അപ്പോൾ കൈ കിട്ടുന്ന എമൗണ്ട് കൂടുതലാണ്. ഇതിൻ്റെ ആവറേജ് ടെനർ എന്ന് പറയുന്ന ഒരു ഗോൾഡ് ലോൺ 4 മാസം. 4 മാസം കൊണ്ട് ഒരു 4% പലിശ വരുന്നത്. ആ പലിശയേക്കാളും മച്ച് ഹയർ ആയിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് അല്ലെ വിൽക്കുന്നത് ഉണ്ടാകുന്ന നഷ്ടം. സോ അതുകൊണ്ട് സ്വർണം എപ്പോഴും ഒരു വെൽത്ത് ഡിസ്ട്രോയ് ചെയ്ത് കളയാതിരിക്കുന്നതാണ് ഞങ്ങളുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ. ഒരു ബ്രഹ്മാവിൻ്റെ റോളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുക. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 220 ടണ്ണോളം ഗോൾഡുണ്ട്. അത്രയും ആൾക്കാരുടെ സ്വർണം വിറ്റ് പോകാതിരുന്നത് കൊണ്ട് അവരുടെ എല്ലാം വെൽത്ത് ഇന്ന് കൂടിയിരിക്കുക, അല്ലെ അവരെല്ലാം ഇത്രയും വെൽത്തി ആയിരിക്കുക. അപ്പോൾ സ്വർണം വിൽക്കാതെ സ്വർണം വിറ്റവരോട് ആരോട് ചോദിച്ചാലും ഒരു കാര്യം പറയും, അയ്യോ അന്ന് വിൽക്കണ്ടായിരുന്നു. ഇന്ന് വിറ്റിട്ടുള്ള ആരോട് ചോദിച്ചോ അവരെന്നും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം അന്ന് ഗോൾഡ് വിൽക്കണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫ്യൂച്ചറിലും അതങ്ങനെ തന്നെ ആയിരിക്കും. എപ്പോൾ ചോദിച്ചാലും അയ്യോ വിൽക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാ 100% ആൾക്കാർ. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്കിപ്പോൾ ഒരു ഗോൾഡ് ലോൺ വെക്കുകയാണ്, എനിക്ക് ഗോൾഡ് ലോണിൻ്റെ പലിശ നിരക്ക് അറിയില്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരു 10% ആണെന്ന് വിചാരിക്കാം. വേറൊരു കമ്പനി നമുക്കിപ്പോൾ 8% ഗോൾഡ് ലോൺ തരാമെന്ന് പറയുന്നു. അപ്പം നമ്മൾ ആ 2% ലാഭം കണ്ടുകൊണ്ട് മറ്റൊരു കമ്പനി ചൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനും മുത്തൂറ്റിനെ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ വേണ്ടി പറ്റും? മറ്റ് ഫൈനാൻസോ അല്ലെ ലോൺ എടുക്കുന്നത് പോലെ അല്ല ഗോൾഡ് ലോൺ. ഗോൾഡ് ലോണിൽ സത്യത്തിൽ ഇതൊരു ലോണല്ല. ഒരാൾ അയാളുടെ കയ്യിലിരിക്കുന്ന 1 ലക്ഷം രൂപ വിലയുള്ള സ്വർണം മുത്തൂറ്റിൽ കൊണ്ടുവന്ന് പ്ലഡ്ജ് ചെയ്തിട്ട് ഒരു 60,000 രൂപ എടുക്കുന്നത്. അപ്പം ഇയാൾ പ്ലഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ആലോചിക്കും, ഞാനിത് എവിടെയാണ് വയ്ക്കുന്നത്? ഓക്കെ, മുത്തൂറ്റിലാണ് വയ്ക്കുന്നത്. എൻ്റെ ഗോൾഡ് സേഫ് ആയിരിക്കുമോ? എനിക്കത് തിരിച്ചു കിട്ടുമോ? എനിക്കത് ഓപ്ഷനിൽ നഷ്ടപ്പെടാതിരിക്കുമോ? ഇങ്ങനെയുള്ള കൺസേൺസ് ഉള്ളത് കൊണ്ട് ഒരു ട്രസ്റ്റഡ് നെയിമിലെ ഗോൾഡ് പ്ലഡ്ജ് ചെയ്യാനായിട്ട് ആൾക്കാർ പോകത്തുള്ളൂ. മുത്തൂറ്റ് ഹാസ് ഏൺഡ് ദ ട്രസ്റ്റ്. ആ ട്രസ്റ്റിൻ്റെ ഒരു വിലയാണ്. മുത്തൂറ്റ് ഫൈനാൻസ് ഇന്ന് ഇന്ത്യയിലെ കേരളത്തിലെ ലാർജസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ്. അത് മുത്തൂറ്റിൻ്റെ ആ നെയിം എന്നുള്ള ട്രസ്റ്റിൻ്റെ വാല്യൂവാണ്. ആ ട്രസ്റ്റിൻ്റെ വാല്യൂ ഒരു അഡ്വാൻറ്റേജിനെ അല്ലെ ഒരു മുതലെടുത്ത് വന്ന വാല്യൂ അല്ല ഇത്. ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് മുത്തൂറ്റിൻ്റെ ട്രസ്റ്റിൻ്റെ വാല്യൂവാണ് സത്യത്തിൽ 1.5 ലക്ഷം കോടി രൂപ. അതൊരു ഒരു 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 ആ ട്രസ്റ്റ് ഉള്ളവർക്കേ ഫസ്റ്റ് മാഡം പറഞ്ഞതുപോലെ 2% പലിശ ഡിഫറൻസ് നോക്കി ആരും എൻ്റെ 100 രൂപ വില അല്ലെ 1 ലക്ഷം രൂപ വിലയുള്ള സ്വർണം ഒരു അനാവശ്യ സ്ഥലത്ത് വെക്കത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഈ 2% ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു
4 മാസത്തേനാണ് ഇത് വരുന്നത്. അപ്പോഴത്തേനും അതിൻ്റെ ഒരു 5%, 0.5% ഡിഫറൻസ് വരുന്നു. ഒരു 300-400 രൂപയുടെ 300-400 രൂപയുടെ വ്യത്യാസത്തിന് വേണ്ടി ഒരു എനിക്കറിയാൻ മേലാത്ത, അല്ല ഞാൻ ട്രസ്റ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് ആരും പോകത്തില്ല. 2026 ജൂൺ 30 പുറത്തു വന്ന കണക്കുകൾ പ്രകാരം മുത്തൂറ്റിൻ്റെ സ്റ്റാൻഡ് ലോൺ ഗോൾഡ് ലോൺ AUM എന്ന് പറയുന്നത് 44% വളർച്ച രേഖപ്പെടുത്തിയത്. അതായത് 1,68,298 കോടി. എങ്ങനെയാണ് ഈ വളർച്ചാ നിരക്ക് നേടിയത്? ഒന്ന്, മുത്തൂറ്റ് ഇതിൽ മറ്റ് പ്ലേയേഴ്സ് ഉള്ളത്, ഒന്ന് ബാങ്കുകളുണ്ട്, മറ്റ് NBFCകളുണ്ട്. മറ്റ് NBFCകളെല്ലാം ഞങ്ങളുടെ 1/3 ബിസിനസ് ഉള്ള മറ്റ് NBFCകൾ ഒന്നും ഇല്ല. അതായത് 50,000 കോടി രൂപയൊക്കെയാണ് അവരുടെയും ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ 1,68,000 കോടി രൂപയാണ്. അതിന് ഒരു കാരണം ഞങ്ങളുടെ സർവീസും ഞങ്ങളിലുള്ള ട്രസ്റ്റുമാണ്. അത് ഒന്ന്. 2, ബാങ്കുകളാണ് പിന്നെ ഈ സെഗ്മെൻറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്കും ഓഫ് ലേറ്റ് ഗോൾഡ് ലോണിന് ഗ്രോത്ത് 44% ഗ്രോത്ത് ബാങ്കുകളിലും വരുന്നുണ്ട്. ഈ സെക്ടർ റിയലി ബെനഫിഷ്യലാണ്. ലാസ്റ്റ് ഇയറിൽ റിസർവ് ബാങ്കും ഒക്കെ പേഴ്സണൽ ലോൺസും മൈക്രോ ഫൈനാൻസ് ലോൺസും ഒക്കെ ഇത്തിരി ഡിസ്കറേജ് ചെയ്യാൻ തുടങ്ങി. അപ്പം ആ സെഗ്മെൻറ്റിൽ ഫണ്ട് ആവശ്യമുള്ളവരൊക്കെ ഗോൾഡ് ലോണിലേക്ക് വരുന്നതിൻ്റെ പാർട്ടായിട്ടും ഈ ഗോൾഡ് ലോൺ ഗ്രോത്ത് കൂടിയിട്ടുണ്ട്. കൂടാതെ സ്വർണ്ണ വില കൂടുന്നത് കൊണ്ട് കുറച്ച് ഗ്രാം വെച്ചാൽ കൂടുതൽ എമൗണ്ട് മനുഷ്യർക്ക് കിട്ടുമെന്നുള്ള ഗോൾഡ് വിലയും സ്വർണത്തിൻ്റെ വില കൂടിയതും ഒരു ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുതിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവർ കുറഞ്ഞ നിരക്കിൽ ഫണ്ട് സമാഹരിക്കാനുള്ള ഒരു രീതികൾ അല്ലെങ്കിൽ പുതിയ തന്ത്രങ്ങൾ അവരെന്താണേലും കാണിക്കുമല്ലോ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മുത്തൂറ്റിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്? അവർ മേ ബി കുറച്ച് പേർക്ക് അവരൊരു ഇൻട്രസ്റ്റ് റേറ്റ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ. ട്രസ്റ്റ് വേണം. സെക്കൻഡ് വൺ, സ്പീഡായിട്ട് ഡെലിവർ ചെയ്യണം ലോൺസ്. ഞങ്ങൾ 10 മിനിറ്റ് ടാറ്റിനുള്ളിൽ ഒരാൾ വന്നാൽ 10 മിനിറ്റിനുള്ളിൽ ആ ലോൺ കയ്യിൽ കൊടുത്തു വിടും. കൂടാതെ ഒരു വളരെ റീസണബിൾ ഇൻട്രസ്റ്റ് റേറ്റ്, ഈ പറഞ്ഞ 10%-നും ഞങ്ങളുടെ ജനറൽ സ്കീംസൊക്കെ ആ റേറ്റിലൊക്കെയാണ്. സോ ഇൻട്രസ്റ്റ് റേറ്റ് ആയാലും സ്പീഡായാലും LTV ആയാലും, LTV ലോൺ ടു വാല്യൂ, ഗവൺമെൻറ് റീസെൻ്റായിട്ട് 75% എന്നുള്ളത് ചെറിയ ലോണുകൾക്ക് 2.5 ലക്ഷത്തിനുള്ളിലുള്ള ലോണുകൾക്ക് 85% വരെ കൊടുക്കാനുള്ള ഒരു പെർമിഷൻ തന്നിട്ടുമുണ്ട്. അപ്പം ഞങ്ങൾ ആ ഞങ്ങളുടെ സെഗ്മെൻറ്റൊക്കെ ആ ചെറിയ ലോണുകളുടെ സെഗ്മെൻറ്റാണ്. ഞങ്ങൾക്ക് അട്രാക്റ്റീവ് ഓഫേഴ്സ് കൊടുക്കാനുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു വെരി ലാർജ് കസ്റ്റമർ ബേസ് ഉണ്ട്. ഇനാക്റ്റീവും ആക്റ്റീവ് ബേസും ഉണ്ട്. ആ കസ്റ്റമേഴ്സിനോട് അവർ ട്രസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ്. ഞങ്ങളുടെ 80% ബിസിനസ്സും റിപ്പീറ്റാണ്. ദാറ്റ് ഷോസ് ദാറ്റ് ആ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു കസ്റ്റമർ ബേസ് ഒരാളിനി പുതിയതായിട്ട് ബിൽഡ് ചെയ്ത് വരാനൊക്കെ സമയമെടുക്കും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു പെട്ടെന്ന് ബിൽഡ് ചെയ്യാവുന്ന ബിസിനസ് അല്ല. ഇതൊരു ബ്രിക്ക് ബൈ ബ്രിക്ക് ബിൽഡ് ചെയ്യാവുന്ന ബിസിനസ്സാണ്. ഞങ്ങളുടെ കയ്യിൽ ഓൾമോസ്റ്റ് 1,20,00,000 ലോണുകളാണ് ഇപ്പോൾ ഉള്ളത്. അത്രയും പേരാണ് ലോൺ എടുത്തിരിക്കുന്നത്. ഓക്കെ സാർ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ ഒന്നും കൂടെ എടുത്ത് ചോദിച്ചോട്ടെ. ഇപ്പോൾ നമുക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരുമ്പോൾ ആ ബിസിനസ് വളർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുതിയ ആളുകൾ ആ ബിസിനസ്സിലേക്ക് എൻ്റർ ആകുമ്പോഴല്ലേ ആ ബിസിനസ് വളർച്ചയുടെ ഘട്ടത്തിലാണെന്ന് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വളർച്ചേനെ താരതമ്യം ചെയ്യുന്നത്? രണ്ടും കറക്റ്റാണ്. റിപ്പീറ്റ് വരുന്നെങ്കിൽ അത് ഇറ്റ് ഈസ് എ പ്രൂഫ് ദാറ്റ് അവർ നല്ല സർവീസാണ്. ഒരു പ്രോഡക്റ്റ്, ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് വിറ്റു. ഇഫ് ദ സർവീസ് ഈസ് ഗുഡ്, ദ പ്രോഡക്റ്റ് ഈസ് ഗുഡ്, കസ്റ്റമർ വിൽ കം ബാക്ക്. ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് ബാഡ്, customer will not come back, product will come back. But so that way ഞങ്ങളുടെ 80% repeat shows that product is good and they keep on coming back. ഒരു 20% ന്യൂ കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് വരും. ഞങ്ങളൊരു ക്വാർട്ടറിൽ ഓൾമോസ്റ്റ് 5 ലക്ഷം പുതിയ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാറുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഗോൾഡ് ലോൺ ഒരു ഷോർട്ട് ടൈം പ്രോഡക്റ്റാണ്. അപ്പം പുതിയ കസ്റ്റമേഴ്സ് വരികയും പഴയ ആൾക്കാർ അത് തിരിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. 4 മാസം 5 മാസത്തിനുള്ളിൽ അവരത് തിരിച്ച് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഒരു ഷോർട്ട് ടൈം പ്രോഡക്റ്റാണ്. അതുകൊണ്ട് ആണ് ന്യൂ കസ്റ്റമേഴ്സും ഉണ്ട്, റിപ്പീറ്റ് കസ്റ്റമേഴ്സും ഉണ്ട്.
ഈ ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നമ്മുടെ അത്രയും പ്രധാനപ്പെട്ട ഒരു ഓർണമെന്റ്സ് ആയിരിക്കും നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പം പണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു നമ്മൾ ഗോൾഡ് ലോൺ എടുത്തിരുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ചെറുകിട ബിസിനസ്സുകൾക്ക് വേണ്ടിയൊക്കെ ആയിട്ട് ആളുകൾ വന്ന് ലോൺ എടുക്കാറുണ്ട്. ഇപ്പം മുത്തൂറ്റിന്റെ കയ്യിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് എത്രത്തോളം ഈ ഗോൾഡ് ലോൺ വളർച്ചയിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്? കൃഷ്ണ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു ട്രഡീഷണലി ഞങ്ങളും അല്ലെ 30 വർഷം മുമ്പൊക്കെ ഇതൊരു വളരെ ഒരു ഡെസ്പറേറ്റ് പർപ്പസിന് എടുക്കുന്ന ഒരു ലോണാണ്, അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് നെസസിറ്റി, ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു പർപ്പസ്. പക്ഷേ ഓവർ എ പീരിയഡ് ഞങ്ങൾ ഇതിനെ ഒരു സ്മാർട്ട് പ്രൊഡക്റ്റായി പൊസിഷൻ ചെയ്യുകയും മനുഷ്യർക്ക് മനസ്സിലാവുകയും ചെയ്തു. ദിസ് ഈസ് എ ബെറ്റർ ഓൾട്ടർനേറ്റീവ് ദാൻ മറ്റ് ലോണുകളെക്കാളും. ഒരു പേഴ്സണൽ ലോണോ ഒരു ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടിക്കോ ഒക്കെ പോകുന്നതിലും എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് റീപേ ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഇതിനെ ഒരു സ്മാർട്ട് പ്രോഡക്റ്റായിട്ട് നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ ഇപ്പോഴത്തെ പോർട്ട്ഫോളിയോയിൽ ഓൾമോസ്റ്റ് 80% ട്രേഡേഴ്സ്, സ്മോൾ മീഡിയം മൈക്രോ എൻ്റർപ്രൈസസ് ആണ് ലോൺ എടുക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക് ആക്ച്വലി ട്രൂ MSME എന്ന് പറഞ്ഞാൽ MSME അൺസെക്യൂർഡ് ലോണ് സത്യത്തിൽ ഇന്ത്യയിലെ ട്രേഡേഴ്സിനെയും MSME സെഗ്മെൻറ്റിനെയും പവറപ്പ് ചെയ്യുന്നത് ഗോൾഡ് ലോൺസാണ്. മച്ച് ബെറ്റർ ദാൻ അൺസെക്യൂർഡ് MSME ലോൺസ്. ഞങ്ങൾ ലാസ്റ്റ് ഇയറിൽ 3 ലക്ഷം കോടിയോളം രൂപ ഡിസ്പേഴ്സ് ചെയ്തു. അതിൻ്റെ 80%, 2.5 ലക്ഷം കോടി രൂപ എക്കണോമിക് പർപ്പസിന് തന്നെയാണ് പോയിരിക്കുന്നത്. സ്മോൾ ട്രേഡേഴ്സും സ്മോൾ ബിസിനസ്മാനും മീഡിയം സെക്ടർ എൻ്റർപ്രൈസസ്, ഈ സ്മോൾ ഫാക്ടറീസ്, അവരൊക്കെയാണ് ഞങ്ങളുടെ കൺസ്യൂമേഴ്സ്. അന്ന് പറഞ്ഞൊരു ഡെസ്പറേറ്റ് ലോൺ ടു എ സ്മാർട്ട് ഫൈനാൻഷ്യൽ ടൂൾ എന്ന് നമുക്ക് റീപൊസിഷൻ ചെയ്യാൻ പറ്റി മുത്തൂറ്റിൽ. ആ ചോദ്യത്തിന് തന്നെ ഞാൻ ഒന്നും കൂടെ ചോദിച്ചിട്ട്, ഇപ്പം ഗോൾഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളൊരു കാര്യമാണല്ലോ. ഈ ഗോൾഡ് ലോൺ അല്ലെങ്കിൽ ഈ ഗോൾഡ് കയ്യിൽ വെക്കുമ്പോൾ മുത്തൂറ്റ് എടുക്കുന്ന ഒരാളുടെ ഇമോഷൻ ആണല്ലോ, അത് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കുക? അതാണ് ഇതിനകത്തെ ഒരു വലിയ കാര്യം. ഞങ്ങൾ ഈ ഗോൾഡിനെ ഞങ്ങളൊരു ട്രസ്റ്റി ആയിട്ട് ആണ് ഇതിനെ കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സേഫ്റ്റി, സെക്യൂരിറ്റി ആബ്സല്യൂട്ട് ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കൊരു 7 ലെയർ, ഈ 6000 ബ്രാഞ്ചിലും 7 ലെയർ ഓഫ് സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്. അതായത് ഗോൾഡ് വിൽ നെവർ ബി ഒരു മോഷ്ടിച്ചു പോകാനുള്ള സാധ്യത കുറവ്, അല്ലെങ്കിൽ ഒരു ബർഗ്ലർ വരാനുള്ള സാധ്യത കുറവ്. അത്രയും സേഫ്റ്റി സെക്യൂരിറ്റിയിലാണ്. ബിക്കോസ് വി നോ ദ അറ്റാച്ച്മെൻറ്റ് ഈച്ച് ഓഫ് അവർ ബോറോവേഴ്സ് ഹാസ് വിത്ത് ദ ഗോൾഡ്. അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളിലായിട്ടൊരു സക്സസ്ഫുൾ ബർഗ്ലറി അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദി അബ്സല്യൂട്ട് സെക്യൂരിറ്റി മെഷർ. സെക്കൻഡ് വൺ, ഞങ്ങൾ ആ ഗോൾഡിനെ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കി ഞങ്ങളത് മേടിക്കുന്നത് തന്നെ വിത്ത് റെഫറൻസാണ്. ഞങ്ങൾക്കൊരു റെഡ് വെൽവെറ്റ് പ്ലേറ്റ് ഒക്കെ ഉണ്ട്, അതിലാണ് അത് കളക്ട് ചെയ്യുന്നത്. അത് വളരെ സേഫായിട്ട് ഞങ്ങളുടെ സ്ട്രോങ് റൂമിലേക്ക് അത് മാറ്റി വെക്കും. അത് പാക്ക് ചെയ്ത് വളരെ നീറ്റായിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു പർപ്പസോടെ ഞങ്ങളത് മേടിക്കാറുള്ളൂ. അതുപോലെ തന്നെ ജനറലി ഒരു തിങ്കിങ് ഉണ്ട്, മുത്തൂറ്റിൽ അത് പണയം വെച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകത്തില്ല ത്രൂ ഓപ്ഷൻസ് എക്സെട്ര. വി ഗീവ് മോർ ടൈം ടു ദ കസ്റ്റമേഴ്സ് ടു റിലീസ് ഇറ്റ് ഓൺ റിക്വസ്റ്റ് ആൻഡ് അൾട്ടിമേറ്റ്ലി അവർ ഇൻറ്റൻറ്റ് ഓൾസോ ടു റിട്ടേൺ ദി എമോഷണൽ ഗോൾഡ് ബാക്ക് ടു ദ ബോറോവർ. ഞങ്ങളുടെ ഓപ്ഷൻസൊക്കെ ലാസ്റ്റ് ഇയറിലെ ഓപ്ഷൻസൊക്കെ മിനിസ്ക്യൂളേ ഉള്ളൂ, വളരെ കുറവ് ഓപ്ഷൻസേ ഉള്ളൂ. ബിക്കോസ് വി വാണ്ടഡ് ടു റിട്ടേൺ ദി സെൻറ്റിമെൻ്റൽ ഗോൾഡ് ടു ദ ബോറോവർ ഇറ്റ് സെൽഫ്. സോ വി ടേക്ക് ഓൾ അവർ സ്റ്റെപ്സ്, നോട്ടീസസ് ആയാലും വിളിച്ചു പറയുകയാണേലും ഫൈനലി വി റിട്ടേൺ ദ ഗോൾഡ് ബാക്ക് ടു ദം. ദാറ്റ്സ് വൈ ഐ സെഡ് വി ഹെൽപ്പ് ദം ടു മെയിൻറ്റെയിൻ ഓർ ഗ്രോ ദെയർ വെൽത്ത്. ഇന്നത്തെ കാലത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് AI എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു പലിശ നിരക്കിനെ കുറിച്ച് ഇപ്പം സാർക്ക് ഇപ്പം സംസാരിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ChatGPT, ജെമിനിനോടൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ താരതമ്യം, ഇതിൻ്റെ ഗ്രാഫ്, ഇതൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ സംസാരിക്കുക. അപ്പം AI വലിയൊരു വെല്ലുവിളി അവിടെ ഉയർത്തുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഫിജിറ്റലായിട്ട് മുത്തൂറ്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? കാരണം ഇപ്പോൾ എല്ലാം ഈസി ആയിട്ട് കയ്യിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനാണെന്ന് നമ്മൾ പറയും. ഈവൻ ഫുഡ് വരെ നമുക്ക് പുറത്തു പോയി കഴിക്കാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ സ്വിഗ്ഗി ഓൺലൈൻ ഓർഡറിംഗ് ആണ്. അപ്പൊ നമുക്ക് ആളുകളെ കൂട്ടത്തോടെ കാണുന്നത് ഇഷ്ടമില്ലാത്തൊരു ജനറേഷൻ ആണെന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഒരു ജനറേഷനെ നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണല്ലോ. അപ്പൊ ഡിജിറ്റൽ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മുത്തൂറ്റ് കൊണ്ടുവരുന്നത്? സ്വിഗ്ഗിയുടെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട്, സ്വിഗ്ഗി പോലെ ആക്ച്വലി ഇന്ന് വീട്ടിലിരുന്നും ലോൺ എടുക്കാൻ പറ്റും. വി ഹാവ് എ പ്രോഡക്റ്റ് കോൾഡ് ലോൺ അറ്റ് ഹോം. അതായത് ജസ്റ്റ് കോൾ us
we will go to the customer's house and take the product. That's one aspect. But ഞങ്ങളും ഡിജിറ്റൈസേഷനും അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്ത് we were building lot of convenience around the earlier gold loan. Earlier gold loan means ഒരാൾ ബ്രാഞ്ചിൽ വന്ന് അയാൾക്ക് ബ്രാഞ്ചിൽ നിന്ന് അത് പ്ലഡ്ജ് ചെയ്ത് ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് കൊടുത്തു വിടും. ഇന്ന് തിരിച്ച് ബ്രാഞ്ചിൽ കൊണ്ടുവന്ന് ക്യാഷ് അടച്ച് ഗോൾഡ് എടുക്കും. അതിൽ നിന്ന് ഇന്ന് ആർക്കും ഒരാൾക്ക് ഗോൾഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ളപ്പോഴാണ് കാശ് എടുക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആപ്പിലൂടെ ആവശ്യമുള്ള സമയത്തേ അപ്പോൾ അയാൾ പലിശ പേ ചെയ്യുന്നുള്ളൂ. ഗോൾഡ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഓർത്ത് പലിശയൊന്നും പേ ചെയ്യുന്നില്ല. ആ കൺവീനിയൻസസ് ഞങ്ങൾക്കൊരു ഐമുത്തൂറ്റ് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 25 ലക്ഷം പേര് ഒരു മാസം അത് യൂസ് ചെയ്യുന്നുണ്ട്. തിരിച്ചടവിനും ലോണ് തിരിച്ച് ടോപ്പപ്പ് ചെയ്യാനും. അപ്പോൾ ഒരുപാട് കൺവീനിയൻസസ് വി ഹാവ് ആഡഡ് ത്രൂ ടെക്നോളജി ആൻഡ് ഡിജിറ്റൈസേഷൻ. എവിടെ ഇരുന്നു ആർക്കും എപ്പോൾ വേണേൽ അവൈൽ ചെയ്യാം, എപ്പോൾ വേണേൽ റീപേ ചെയ്യാം. നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 1000 രൂപ ബാലൻസ് വന്നാൽ അപ്പോഴേ അത് ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ പലിശയുടെ ബർഡൻ ഈസ് റെഡ്യൂസ്ഡ്. അങ്ങനെ ഒരുപാട് കൺവീനിയൻസസ് ബിൽറ്റ് അറൗണ്ടാണ്. ഗോൾഡ് ലോൺ ഒരു ചെറിയ മീനല്ല. ഇപ്പോൾ അതൊരു വളരെ കൺവീനിയൻറ്റ്, ദ മോസ്റ്റ് കൺവീനിയൻറ്റ് ലോണായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടും കൂടെയാണ് ഈ സെക്ടർ ഇത്രയും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത്. മുത്തൂറ്റ് മണി ലിമിറ്റഡ് 111%, ബെൽസ്റ്റാർ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് 66 കോടി വളർച്ചയുടെ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് പാരന്റ് കമ്പനിക്ക് ഗുണം ചെയ്യുന്നത്? ഓക്കെ, മുത്തൂറ്റ് മണി, മുത്തൂറ്റ് ബെൽസ്റ്റാർ, അതുപോലെ തന്നെ മുത്തൂറ്റ് ഹോംഫിൻ, ഇത് മൂന്നും മുത്തൂറ്റ് ഫിനാൻസിൻ്റെ സബ്സിഡിയറിയാണ്. കൂടാതെ ശ്രീലങ്കയിലും ഒരു സബ്സിഡിയറി ഉണ്ട്, ഏഷ്യ അസറ്റ് ഫിനാൻസ്. അങ്ങനെ 4 ഫിനാൻസ് കമ്പനികൾ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ സബ്സിഡിയറിയാണ്. ഈ 4ഉം ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ പാർട്ടായിട്ട് മുത്തൂറ്റ് സ്റ്റാർട്ട് ചെയ്ത കമ്പനികളാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗോൾഡ് ലോൺ മുത്തൂറ്റ് ഫിനാൻസിൽ ചെയ്യുകയും മൈക്രോ ഫിനാൻസ് ബെൽസ്റ്റാറിൽ ചെയ്യുകയും ഹോം ഫിനാൻസ് മുത്തൂറ്റ് ഹോംഫിന് ചെയ്യുകയും ശ്രീലങ്കയിൽ എല്ലാം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മുത്തൂറ്റ് മണി എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ ഫിനാൻസ് കമ്പനിയായിട്ടാണ് തുടങ്ങിയത്. ഇന്ന് ആ കമ്പനികളും നല്ല ഗ്രോത്ത് ലെവലിലേക്ക് പോകുന്നുണ്ട്. എല്ലാം ആ ഡിവിഷൻസൊക്കെ ആ സബ്സിഡിയറീസൊക്കെ നല്ലതായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. മുത്തൂറ്റ് മണി ഗോൾഡ് ലോണും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെഹിക്കിൾ ഫിനാൻസ് കൂടാതെ ഗോൾഡ് ലോൺ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും കൂടെയാണ് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് 111% ഉള്ളത്. അതുപോലെ ഈ ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് ഇപ്പം 45ഓളം ഗോൾഡ് ലോൺ ശാഖകൾ തന്നെ തുറന്നിട്ടുണ്ട്. ഈ RBIയുടെ നിർദ്ദേശപ്രകാരം പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്? ഓക്കെ, മൈക്രോ ഫിനാൻസ് കമ്പനിയാണ് ബെൽസ്റ്റാർ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ലാസ്റ്റ് ഇയറിൽ RBI ഒന്ന് മൈക്രോ ഫിനാൻസ് കമ്പനികൾക്ക് ഒരു 40% വരെ മറ്റ് പോർട്ട്ഫോളിയോ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ആ 40% കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് പോർട്ട്ഫോളിയോ ഗോൾഡ് ലോൺ തന്നെയാണ്. ഇപ്പം ഞങ്ങളുടെ ബേസിക് ബിസിനസ് ഗോൾഡ് ലോൺ ആണല്ലോ. സോ വി തോട്ട് ഒരു 40% ഓഫ് ബെൽസ്റ്റാറിന് ഒരു 10,000 കോടിയോളം ബിസിനസ് ഉണ്ട്. അപ്പോൾ ഒരു 4,000 കോടി രൂപ വരെ ഗോൾഡ് ലോൺ അതിൽ കൊടുക്കാനുള്ള ഒരു റൂം അവൈലബിളാണ്. സോ വി തോട്ട് വി വിൽ സ്റ്റാർട്ട് ബ്രാഞ്ചസ്. ഓൾറെഡി 100 ബ്രാഞ്ചോളം തുറന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു 40% നോൺ മൈക്രോ ഫിനാൻസ് ബിസിനസ്സിൻ്റെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള പർപ്പസിലാണ് അത് തുടങ്ങിയത്. ഇത് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ മെയിൻ ബിസിനസ്സുമായിട്ടൊരു ക്ലാഷ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ലേ? ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗോൾഡ് ലോണ് ഒരു ലോക്കൽ ബിസിനസ്സാണ്. ഇന്ന് ഒരാളും ഒരു തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്ന് ലോൺ എടുക്കേണ്ട കാര്യമില്ല. അന്ന് പറഞ്ഞ പോലെ ബെൽസ്റ്റാറിൻ്റെ ബ്രാഞ്ചസൊക്കെ ഞങ്ങളുടെ ബ്രാഞ്ചിൻ്റെ ഒരു 4-5 കിലോമീറ്റർ അകലെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. സോ ഒരു ഇൻ്റർ കോമ്പറ്റീഷൻ്റെ പോസിബിലിറ്റീസ് ഇല്ല. ഓക്കെ, ഇപ്പോൾ US ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ, ഇവിടുത്തെയൊക്കെ ബിസിനസ്സിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് സാറാണ്. അപ്പം ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്ന് ഇതെങ്ങനെയാണ് അവിടെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ശ്രീലങ്ക ഇന്ത്യയിലെ പോലെ തന്നെയാണ്. ഞങ്ങൾക്ക് അവിടെ 125 ബ്രാഞ്ചുണ്ട്. ഏഷ്യ അസറ്റ് ഫിനാൻസ് എന്ന കമ്പനിയുടെ പേര്. നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനി. ഈ ശ്രീലങ്ക ബേസിക്കലി ഞങ്ങളുടെ തമിഴ്നാടിൻ്റെ 40 lakhs തമിഴിയൻസ് ഉണ്ട് ശ്രീലങ്കൻസ്. 40 lakh തമിഴിയൻസ്. ഇന്ത്യയിലെ തമിഴ് പോപ്പുലേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ഏറ്റവും കൂടുതലുള്ള സ്ഥലം ശ്രീലങ്ക. ഒരു വളരെ കണക്റ്റഡ് ബിസിനസ്സാണ്. ഇന്ത്യയിലെ പോലെ തന്നെയാണ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്സും എല്ലാം ശ്രീലങ്കയിലെ കാര്യം. UK US അവിടുത്തെ ബിസിനസ്സസ് അത് ഫാമിലിയിലെ 2 എൽഡർ ബ്രദേഴ്സ് 2 പേര് ഉണ്ടായിരുന്നു. അവർ ഒരാൾ UK-യിലും ഒരാൾ US-ലും ഉണ്ട്. അവരുടെ നേതൃത്വത്തിലും കൂടെ അത് തുടങ്ങിയിരിക്കുന്നത്. ആ ബിസിനസ്സസും നല്ലതായിട്ട് വരുന്നു. നമ്മൾ
UK-ലോ US-ലോ ഒരു ഡെവലപ്ഡ് കൺട്രിയിലും ഇതേ ബിസിനസ്സിന് ആവശ്യക്കാരുണ്ട് എന്നുള്ളത് ഒരു സർപ്രൈസിങ് തിങ്ങാണ്. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇത്തിരി കൂടെ കൂടുതലാണ്, ഇവിടെ ഇന്ത്യയിലേക്കാളും കൂടുതലാണ് താനും. പക്ഷേ അവിടെയും ഈ ബിസിനസ്സിന് ടേക്കേഴ്സ് ഉണ്ട്. ബിക്കോസ് മുത്തൂറ്റ് നെയിം ഇന്ന് ഇന്ത്യക്കാർക്ക്, ഇന്ത്യയിലുള്ള ഓരോ കുഞ്ഞിനും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയിരിക്കുന്നവർക്കും അറിയാം. എഗെയിൻ ഞാൻ ആദ്യം പറഞ്ഞ ഇതൊരു ട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓരോരുത്തരും അവരവരുടെ ഗോൾഡ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ട്രസ്റ്റഡ് കമ്പനിയിലേ കൊടുക്കത്തുള്ളൂ. വെൻ വി സ്റ്റാർട്ടഡ് ദെയർ ഓൾസോ ഞങ്ങൾ ഇപ്പോൾ UK-ൽ ബർമിംഗ്ഹാം തൊട്ട് എല്ലാ അറ്റത്തും സൗത്ത് ടു നോർത്ത് എല്ലാവരും വന്ന് എഗെയിൻ US-ൽ ഞങ്ങൾക്ക് 2 ബ്രാഞ്ചേ ഉള്ളൂ. പക്ഷേ അങ്ങ് കാലിഫോർണിയയിൽ നിന്ന് വരെ ആൾക്കാർ മുത്തൂറ്റിൻ്റെ ആ ട്രസ്റ്റാണിത് കാണിക്കുന്നത്. ന്യൂജേഴ്സിയിൽ വരും. അതാണ് ആ ഡിഫറൻസ്. ഇതൊരു ട്രസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, ട്രസ്റ്റിൻ്റെ ബിസിനസ്സാണ്. ഒരു ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് ഗവേണൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുത്തൂറ്റിൽ 1400ഓളം ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഉണ്ട്. ഇത്രയധികം ആളുകളുടെ ഈ ഒരു കൂട്ടം എങ്ങനെയാണ് നമ്മുടെ കമ്പനിക്ക് ഒരു മുതൽക്കൂട്ടായി മാറുന്നത്? ക്രിസ്റ്റ്യന പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇതൊരു ഫൈനാൻസ് ബിസിനസ് എന്നുള്ളതിലുപരി വളരെ ഓപ്പറേഷണലി ഇൻറ്റൻസീവ് ബിസിനസ്സാണ്. 6000 സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 6000 സ്ഥലങ്ങളിലും കറക്റ്റായിട്ട് പ്രോസസ്സസ് ഫോളോ ചെയ്യണം. ഞങ്ങളുടെ റിസ്ക്, ഈ ബിസിനസ്സിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ സ്പ്യൂരിയസ് വരാൻ പാടില്ല, അല്ലെങ്കിൽ സ്റ്റോളൻ പ്രോപ്പർട്ടി, സ്റ്റോളൻ ഗോൾഡ് വരാൻ പാടില്ല, ഫ്രോഡ്സ് ഒക്കെ വരാൻ പാടില്ല. അങ്ങനെ ഇതിൻ്റെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ആ റിസ്ക് കുറയ്ക്കാനായിട്ടുള്ളതിൻ്റെ പ്രധാന ടീമാണ് മുമ്പേ പറഞ്ഞ 1400ഓളം ഓഡിറ്റേഴ്സ്. അവർ ഫിസിക്കലായിട്ട് ബ്രാഞ്ചുകളിൽ പോയി സ്വർണം അപ്രൈസ് ചെയ്ത് നോക്കും, അല്ലെ കസ്റ്റമേഴ്സിൻ്റെ KYCs ഒക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യും. അങ്ങനെ അവർ ദേ ആർ ദി പീപ്പിൾ ഹൂ സീ ദാറ്റ് ദ ബിസിനസ് ഈസ് റൺ സ്മൂത്ത്ലി വിത്തൗട്ട് frauds, without spurious, without maybe the various other risk associated with it. കൂടാതെ ഞങ്ങൾക്കൊരു വലിയ വിജിലൻസ് ടീമുണ്ട്. റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു വലിയ ടീമുണ്ട്. നോർത്തിലും സൗത്തിലും കൂടെ 200ഓളം പേര് അവരുണ്ട്. അങ്ങനെ ഇതിൻ്റെ റിസ്ക്, ഈവൻ ദോ ദിസ് ബിസിനസ് ലുക്സ് ലിറ്റിൽ സിമ്പിൾ ഫ്രം ഔട്ട്സൈഡ്, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ബിസിനസ്. It requires a lot of risk management practices. It requires a lot of കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന് നോക്കിയില്ല എങ്കിൽ this can go wrong also. പലപ്പോഴും ന്യൂ പ്ലെയേഴ്സ് ഇതിൻ്റെ മുത്തൂറ്റിൻ്റെ ഈൽഡോ അല്ലെങ്കിൽ മുത്തൂറ്റിൻ്റെ പ്രോഫിറ്റോ കണ്ടിട്ട് വന്ന് ഇതിൻ്റെ ഓപ്പറേഷണൽ നോയൻസസ് മനസ്സിലാക്കാതിരുന്നാൽ they can land into trouble also. 2013 ഇപ്പോൾ ഇതുപോലെ എല്ലാവരും പറഞ്ഞിട്ട് എല്ലാ NBFCകളും തുടങ്ങുന്നു പറഞ്ഞ പോലെ 2014 ആയപ്പോൾ ഒത്തിരി പേരും ഇതിനകത്ത് ഫ്രോഡ് റിസ്ക് കൂടുതലാണ്, ഇതിനകത്ത് സ്പ്യൂരിയസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഇതിനകത്ത് എംപ്ലോയീസ് കുഴപ്പം കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് മനസ്സിലായപ്പോൾ ഈ ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്തു പോയി. ഐ സീ എ സിമിലർ തിങ് ഓൾസോ മേ ബി 2 years ഡൗൺ ദ ലൈൻ. ഇപ്പോൾ വന്ന 50% പേര് ഇത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോവാനും ഉള്ള സാധ്യത ഉണ്ട്. സാറിന് ഇപ്പോൾ ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ ചോദിക്കുകയാണ്, വിദേശ നിക്ഷേപകർക്ക് നമ്മുടെ ഗോൾഡ് ലോൺ സെക്ടറിനോട് പ്രത്യേക താല്പര്യമുണ്ട്. പണ്ട് നമ്മുടെ മോഡൽ എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. ഇപ്പം അവരുടെ പ്രതികരണം എങ്ങനെയുണ്ട്? വിദേശ നിക്ഷേപകർക്ക് ഗോൾഡ് ലോൺ കമ്പനികളിലുള്ള ഇൻട്രസ്റ്റ്, ഐ തിങ്ക് റീസെൻ്റായിട്ട് പല കമ്പനികളും ഞങ്ങളുടെ മറ്റ് കമ്പനികളിലൊക്കെ വിദേശ നിക്ഷേപങ്ങൾ വരുന്നുണ്ട്. ബെയിൻ ക്യാപിറ്റൽ ഹാസ് ഇൻവെസ്റ്റഡ് ഓൾമോസ്റ്റ് 5000 കോടി രൂപ റീസെൻ്റ്ലി വേറൊരു NBFCയിൽ. ഐ തിങ്ക് ദ ഓവറോൾ ഔട്ട്ലുക്ക് ഫോർ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ആർ ഓൾ ബുള്ളിഷ് അബൌട്ട് ഗോൾഡ് ലോൺ കമ്പനീസ്. ലോട്ട് ഓഫ് ആൻഡ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഓൾസോ, ടാറ്റ ആയാലും L&T ആയാലും all the corporate houses are also starting ഗോൾഡ് ലോൺസ്. ഇതിനകത്ത് ഡെഫിനറ്റ്ലി ഒരു നിക്ഷേപകർ, ഇവൻ ഞങ്ങളുടെ കമ്പനി ആണെങ്കിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ദേ ഓൾവേസ് ബൈ, ഇൻക്ലൂഡിങ് ഇന്ത്യയിലുള്ള LIC പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. കൂടാതെ ഞങ്ങളുടെ ഒരു നല്ല ശതമാനം FIIs മുത്തൂറ്റ് ഫൈനാൻസിലെ കണ്ടിന്യൂസ് ഷെയർ ഹോൾഡേഴ്സാണ്.
that shows that the interest in this segment is very much there for FIIs. ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ ഒരു 30,000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണല്ലോ. ഇപ്പം ഈ ആളുകളെ സെലക്ട് ചെയ്യുന്നതിൽ ഇപ്പം ഗ്രാമീണ മേഖലയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പം എവിടെ നിന്നാണെങ്കിലും ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുത്തൂറ്റ് ഫിനാൻസ് ശ്രദ്ധിക്കാറുള്ളത്? ഓക്കെ, ഞങ്ങളുടെ ബ്രാഞ്ചസ് എല്ലാം ഒരു ലോക്കൽ കണക്റ്റിന് വേണ്ടി ലോക്കൽ എംപ്ലോയീസിനെ എടുക്കുന്നത്, ആ സ്ഥലത്ത് തന്നെ എംപ്ലോയീസിനെയാണ് എടുക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു അവരുടെ എംപ്ലോയി വെരിഫിക്കേഷനും വെറാസിറ്റി ചെക്ക് ചെയ്യാനും ഒക്കെ ഉള്ളതുണ്ട്. പക്ഷേ കൂടുതലും ഞങ്ങൾ നോക്കുന്നത് ഒരു നല്ലതായിട്ട് സർവീസ് ചെയ്യാൻ ഒക്കുന്ന, അല്ലെ കസ്റ്റമേഴ്സിനോട് വളരെ സർവീസ് മെൻറ്റാലിറ്റിയാണ് ഞങ്ങളുടെ എംപ്ലോയീസിൽ നോക്കുന്നത്. എപ്പോഴും ഞങ്ങൾ പറയും, ട്രീറ്റ് അവർ ഒരു ഗോൾഡ് ലോൺ കസ്റ്റമറെ ഒരു ഡെപ്പോസിറ്റ് കസ്റ്റമറായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്റ്റ്. പണ്ടൊക്കെ ബാങ്കിൽ ലോണിന് ചെന്നാൽ അവർ ദേ വിൽ ലുക്ക് ഡൗൺ, പക്ഷെ ഒരു ഡെപ്പോസിറ്റ് ചെന്നാൽ അവരെ വളരെ സോ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഡെപ്പോസിറ്റ് ചെയ്യാൻ, ആക്ച്വലി ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നതായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ എംപ്ലോയീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു കസ്റ്റമർ സർവീസും ആൾക്കാരോട് ഇടപഴകാനുള്ള കഴിവുമാണ് ഞങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നത്. പക്ഷേ അവരുടെ ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യും. ഒരു എംപ്ലോയീസിനെ എടുത്തു കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ അവരെ ഒരുപാട് ട്രെയിനിങ് പ്രോസസ്സസ് ഉണ്ട്. ഞങ്ങളുടെ സിസ്റ്റംസിലേക്ക് അവരെ അഡാപ്റ്റ് ചെയ്യിക്കാനായിട്ടും അതുപോലെ തന്നെ ഗോൾഡ് അപ്രൈസിങ് പഠിപ്പിക്കാനായിട്ടും ഹൗ ടു സ്പീക്ക് ടു കസ്റ്റമേഴ്സ് ലോട്ട് ഓഫ് ഞങ്ങൾക്കൊരു വലിയ സിസ്റ്റം തന്നെയുണ്ട് ട്രെയിനിങ്ങിന്. റീജിയണൽ ലേണിംഗ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ റീജിയണിലും ലേണിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. മുത്തൂറ്റ് മാനേജ്മെൻറ്റ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലും ഡൽഹിയിലും ഒക്കെ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ മാനേജർ ലെവലിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ വന്ന് അവിടെ ഒരു ബിഗർ ട്രെയിനിങ്സ് കൊടുക്കും. പിന്നെ ഞങ്ങൾക്കൊരു ബിസിനസ് സ്കൂളുണ്ട്, അവരുമായിട്ട് ചേർന്ന് ഹയർ ലെവൽ ലീഡർഷിപ്പ് ട്രെയിനിങ് ഉണ്ട്. ഈവൻ റീസെൻ്റ്ലി ഒരു 9 months കോഴ്സ് തന്നെ അതൊന്ന് ഒരു കൊടുത്തു, അതായത് റീജിയണൽ മാനേജർ ആൻഡ് ആ ലെവലിലൊക്കെ ഉണ്ട്. സോ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ഫോർ ട്രെയിനിങ്. അതും ഒരു സക്സസിൻ്റെ ഒരു പ്രധാന കാരണമാണ്. പീപ്പിൾ വി ട്രീറ്റ് ആസ് അവർ പീപ്പിൾ, വി മോൾഡ് ദം, വി ട്രെയിൻ ദം ആൻഡ് വി പുട്ട് ദം ഇൻ ടു ദ പൊസിഷൻ. അത് ഒരു വലിയ കാര്യം. ഇനി സാറിൻ്റെ ഒരു ജേർണിയിലേക്ക് നോക്കുകയാണെങ്കിൽ, സാർ ആദ്യം കെമിസ്ട്രി പഠിക്കുന്നു, പിന്നെ നിയമം പഠിക്കുന്നു, പിന്നെ മാനേജ്മെൻറ്റ് റോളിലേക്ക് വരുന്നു, CA ആവുന്നു, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് വരുന്നു, തലപ്പത്തേക്ക് എത്തുന്നു. ഈ ഒരു യാത്ര വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. സാറിന് പുതിയതായി കടന്നു വരുന്ന യുവതലമുറയോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഒന്ന് എനിവേ എഡ്യൂക്കേഷൻ ആ സ്ഥലത്ത് ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്. വെൻ യു ആർ വെൽ എഡ്യൂക്കേറ്റഡ് യു ആർ ഗെറ്റിംഗ് കോൺഫിഡൻസ്. സോ get your education done rightly, then get into something which you are passionate also. പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റേ ഓൺ കോഴ്സ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഒരു ചെറിയ കാര്യമുണ്ട്, വെൻ യു ആർ നമ്മൾ എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഫൈനലി നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ജോയിൻ ചെയ്യുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാനും നമ്മുടെ വർക്ക് സ്റ്റൈല് ആ ഒബ്ജക്റ്റീവിലേക്ക് ഒന്ന് അലൈൻ ചെയ്യാനായിട്ട് ചെയ്യണം. ഐ വുഡ് സേ ഞാനൊരു എംപ്ലോയി എന്നുള്ളതിനേക്കാളും ഞാനൊരു എൻ്റർപ്രണോറിയലി വാട്ട് ഈസ് മൈ കമ്പനി വാണ്ട്സ്, അതിനെ എങ്ങനെ ചെയ്യാം, ഒരു ഇൻട്രപ്രണോറിയൽ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു എംപ്ലോയി ബിക്കം ആൻ എൻ്റർപ്രണോറിയൽ. ഫൈനലി ആൻ എൻ്റർപ്രണർ വാണ്ട്സ് ടു ഗ്രോ ദ കമ്പനി ആൻഡ് മേക്ക് ഇറ്റ് ബിഗ്, ആൻഡ് എവറി എംപ്ലോയി ജോയിനിങ് ഷുഡ് ബി think about that, how can I add value to the company, how can I align my thinking with the entrepreneur's thinking. അത് അങ്ങനെ ഉണ്ടെങ്കിൽ യു വിൽ ഓൾസോ. ആൻഡ് സെക്കൻഡ് വൺ, നമ്മൾ എന്ത് ചെയ്താലും ഒരു സ്പെൻഡ് യുവർ 70% ടൈം ഓൺലി ഓൺ റെഗുലർ തിങ്സ്, 30% ടൈം ഒരു എമർജിങ് തിങ്സ് ആൻഡ് ന്യൂ തിങ്സിന് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എവറി എംപ്ലോയി വിൽ തിങ്ക് ഹൗ കെൻ ഐ ഗ്രോ എന്നുള്ളത്. ആ ഒരു 30% ടൈം സ്പെൻഡ് ഓൺ ഗ്രോയിങ് ദ കമ്പനി ഓർ ഗ്രോയിങ് ഫോർ യുവർ സെൽഫ് ഓൾസോ. അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്താൽ anybody can reach any height. Your thinking, your height of thinking will make you there. Okay. മുത്തൂറ്റ് ഒരു വലിയ കമ്പനിയാണ്. ഇപ്പം ഈ മുത്തൂറ്റിൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കമ്പനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്? ഓക്കെ, ഇന്ന് മുത്തൂറ്റ് കേരളത്തിലെ ലിസ്റ്റഡ് കമ്പനികളിൽ ഒന്നാമത്തെ കമ്പനികൾ തന്നെയാണ്. രണ്ടാമത് BFSI സെക്ടറിൽ നോക്കിയാലും വളരെ 4-5 സ്ഥാനത്താണ് മുത്തൂറ്റ് നിൽക്കുക. അത്രയും വലിയൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ളതിൻ്റെ ഒരു കാരണം ഈ ഫോർച്യൂൺ ഹാസ് ബീൻ ക്രിയേറ്റഡ് ബിക്കോസ്
one name, trust. It's the most trusted financial services brand of this country. അതിൽ നിന്നുള്ള വാല്യൂ ആണ് മെയിൻലി. ബിലോങ് വിത്ത് ദ ട്രസ്റ്റ് ഒരു കാര്യം കൂടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി ഓൾസോ. ദ CSR ആൻഡ് CSR എന്ന് പറയുന്ന സാധനം വരുന്നതിന് ഒരു 20 വർഷം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമ്മൾ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത. ഞങ്ങളുടെ പ്രീവിയസ് ചെയർമാൻ MG ജോർജ് മുത്തൂറ്റ് ഓൾവേസ് യൂസ് ടു സേ ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി. അപ്പോൾ ദാറ്റ്സ് ഓൾസോ നമ്മളൊരാൾ ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു റീസൺ ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി ഓൾസോ. സോ അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഗിവിങ് എവറി ഇയർ ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ CSR ബഡ്ജറ്റൊക്കെ 150-170 കോടി രൂപയാണ്. അത്രയും എമൗണ്ട് സൊസൈറ്റിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു, അല്ലെ ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി. അതും ഒരു ഫാക്ടർ ഫോർ വാല്യൂ ക്രിയേഷനായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. താങ്ക് യു സാർ. സാറിൻ്റെ ഒരു പുതിയ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച്. Thank you, Christina, and it was really nice to talk to you, and it's great. Thank you very much.